അടക്കുപത്രി കഴിച്ചിട്ടുണ്ടോ? 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഉണ്ടാക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് 2-3 കഷ്ണം ചിക്കൻ എടുത്ത് പൊരിച്ചിട്ട് ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു പാനിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സവാളയും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഗ്രാമ്പുവിലൊക്കെ പട്ട പൊടിച്ചതും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് കിഴങ്ങും തക്കാളിയും കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളവിടെ പൊടിച്ച് ഒന്ന് ചതച്ച് വെച്ചായിരുന്നു നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. മസാല മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് മൈദമാവാണ് കേട്ടോ. മൈദമാവ് ഒന്ന് നമ്മൾ സാധാ രീതിയിൽ അപ്പം പോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് ഒരു സൈഡിൽ മാത്രം മസാല ഇട്ട് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തൊട്ടിപ്പുറം നമുക്ക് കുറച്ചുകൂടെ മാവ് ഇട്ട് ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് വീണ്ടും മസാല ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിടാം. അങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതിനൊന്ന് ആവിയിൽ ജസ്റ്റ് ഒരു 5